ഇന്ന് ഞായറാഴ്ചയായിട്ട് ഹോസ്റ്റലിലേക്ക് ലഞ്ചിനുള്ള പരിപാടിയിലാണ്. രാവിലെ 7:15 ആയപ്പോഴാണ് എണീറ്റത്. കാരണം ഞായറാഴ്ച ആർക്കും പോകണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ രാവിലെ എണീറ്റ് അടുപ്പിലരി വെക്കാമെന്ന് കരുതി അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് അതിലേക്ക് അരി കഴുകാനിരുന്നു. വെളിയിലിട്ടാണ് ഇന്ന് അരിയെല്ലാം വെക്കുന്നതും കഴുകുന്നതും എല്ലാം. കാരണം നമുക്ക് ഹെൽപ്പിങ്ങിന് വരുന്ന ചേച്ചിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ വെളിയിൽ വെച്ചിട്ട് അരിയൊക്കെ കഴുകി സെറ്റാവുകയാണ്. രാവിലെ 8:30 മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇടിയപ്പവും ബ്ലാക്ക് കടല കറി വെച്ചതുമായിരുന്നു. കടല വറുത്തരച്ചായിരുന്നു കറി വെച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കൊണ്ടുപോയി. ഞാൻ ലഞ്ചിന് അരിയൊക്കെ ഇടുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് 7:15 ആയിക്കൊണ്ടിരിക്കും. 8:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എത്തിച്ചു. രാവിലെ ആർക്കും ഓഫീസിൽ പോകേണ്ടാത്തതുകൊണ്ട് രാവിലെ എല്ലാവരും 9 മണി അങ്ങനെയൊക്കെ ഒരു ടൈമിലായിരിക്കും ഹോസ്റ്റലിലുള്ളവരൊക്കെ എണീക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ നാൾ പണിയെടുക്കാതൊക്കെ ഇരുന്നതുകൊണ്ട് അല്പം മടിയും സ്പീഡ് കുറവൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. എന്നാലും കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ പണിയെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്ന് മോന് സ്കൂളും കൂടെ അവധിയായതുകൊണ്ട്, ഞായറാഴ്ച സ്കൂൾ അവധിയാണല്ലോ, അങ്ങനെ സ്കൂൾ അവധിയായതുകൊണ്ട് രാവിലെ കുരുത്തക്കേടിന് എന്നോടൊപ്പം എല്ലാത്തിനും കൂടിയെല്ലാം ചെയ്തു. പക്ഷേ കൂടുന്ന ഹെൽപ്പ് എന്ന രീതിയിൽ കൂടിയാലും ഭയങ്കര കുരുത്തക്കേടാണ്. അങ്ങനെ വെള്ളം നമ്മൾ ഒരുമിച്ചെടുത്തിട്ട് കലത്തിൽ വെക്കത്തില്ല, കാരണം അത്രയും വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ കലത്തിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അരി വെച്ചിരുന്ന കലം നിറയ്ക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ സോഡിയാക്കിൻ്റെ മിക്സി വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് അരിയാനൊക്കെ എളുപ്പമായിരുന്നു. പക്ഷെ നമുക്ക് സവാള, ചിക്കൻ കറിക്കൊക്കെയുള്ള സവാള, പിന്നെ തോരന് അങ്ങനെയൊക്കെയുള്ളത് ഒക്കെ അരിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുട്ടത്തോരന് വെച്ചത്. മുട്ടത്തോരന് വേണ്ടിയിട്ട് സവാള ഞാൻ അല്ലാതെ അരിഞ്ഞാണ് എടുത്തത്. മറ്റേതിൽ അരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് അല്ലാതെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മുട്ടത്തോരനുള്ള ഇത് കുഴയുന്നതാണ്. അതുകൊണ്ട് പിന്നെ അല്ലാതെ എല്ലാ സംഭവവും നോർമലായിട്ട് അരിഞ്ഞാണ് എടുത്തത്. ഇന്ന് ഫസ്റ്റ് ക്യാബേജ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സാധനം വേണ്ടാത്തതുകൊണ്ട് ഇനി മുന്നേ മേടിച്ചതിൻ്റെ ബാക്കി ഇരുന്ന ഒരു വലിയ ക്യാബേജ് ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞത്. ഞാൻ തോരൻ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മോന് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സഹായിക്കാമെന്നും പറഞ്ഞ് ഓടി വരുമായിരുന്നു. അപ്പോഴത്തേക്ക് കുരുത്തക്കേടും തുടങ്ങി, ഫോണൊക്കെ പിടിച്ച് വലിച്ചെടുത്തു. പിന്നെ ക്യാബേജ് ഞാൻ കൈ വെച്ച് അരിയാമെന്ന് വെച്ചു. ഇത് പക്ഷേ നമുക്ക് ചോപ്പറിലിട്ട് അരിയാവുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ഓണത്തിന് നമ്മൾ സദ്യ ഒന്നും കഴിച്ചില്ലായിരുന്നു. കാരണം ഓണത്തിന് നമ്മൾ നേരത്തെ ഒരു ദിവസം വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ ടൂറ് പോയായിരുന്നു. ഓണം സമയത്ത് മാത്രമാണ് നമ്മൾ ഹോസ്റ്റൽ അടയ്ക്കുന്ന ഒരു 4 ദിവസം. ആ 4 ദിവസം നമ്മൾ ടൂറിലായിരുന്നു. അങ്ങനെ കുരുത്തം കെട്ട കുരിപ്പ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അരിയാനൊന്നും സമ്മതിക്കാതെ കുറേ നേരം കുരുത്തക്കേടൊക്കെ കാണിച്ചു. ഓണത്തിന് നമ്മൾ പോയത്, നമ്മൾ ഊട്ടിയിൽ പോകാനെന്ന് പ്ലാൻ ഇട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഊട്ടിയിൽ പോകാനെന്ന് പ്ലാൻ ഇട്ടിട്ട് നമ്മൾ പോയത് ഫസ്റ്റ് മൂന്നാറായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ബസ്സെല്ലാം പോയായിരുന്നു. അങ്ങനെ 11 വരെയൊക്കെ ആയപ്പോഴത്തേക്ക് പ്ലാനിങ് ഇല്ലാതാണ് നമ്മൾ എവിടെയാണെങ്കിലും പോകുന്നത്. തീരുമാനം എടുക്കുമെന്നും പറഞ്ഞും നേരത്തെ പ്ലാൻ ചെയ്ത് ഇന്നടുത്ത് പോകണം അങ്ങനെയുള്ള പ്ലാനിങ് ഒന്നും നമ്മുടെ ലൈഫിലില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ മൂന്നാറിലൊരു ബസ് കിട്ടി. അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് രാവിലെ ആയപ്പോൾ അവിടെ എത്തി. അങ്ങനെയൊക്കെ ഓണം നല്ല വൈബായിട്ട് പൊളിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴാണ് നമ്മൾ ബുക്കിങ്ങിനിരുന്ന ചേച്ചിയുടെ മോന് ചെറുതല്ല ഇച്ചിരി വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ തൊട്ട് പിന്നെ നമ്മളാണ് ബുക്കിംഗ് എല്ലാം. എൻ്റെ കൂടെ ഒരു അബദ്ധവും കൂടെ പറ്റി. ഓണമായിട്ട് നമ്മൾ മുളക് പൊടി അല്ലാതെ വാങ്ങിക്കുമായിരുന്നു. ഇത് മില്ലിൽ പൊടിപ്പിച്ച് വെച്ചിരുന്നത്. ഭയങ്കര എരിയായിരുന്നു ആ മുളക് പൊടിക്ക്. അതൊരു ഇച്ചിരി ഇട്ടാലും ഭയങ്കര കളർഫുള്ളും ഭയങ്കര എരിയാണ്. അങ്ങനെ പിന്നെ ചമ്മന്തിയൊക്കെ അരച്ചതിന് നല്ല എരിയും കൈയൊക്കെ പുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പം തന്നെ പോയിട്ട് മുളക് മേടിച്ചിട്ട് സെപ്പറേറ്റ് പൊടിപ്പിച്ചെടുത്തു. നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്ന മുളകാണ് കറിക്കെല്ലാം നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ക്യാബേജ് ഫുള്ള് അരിഞ്ഞു കഴിഞ്ഞു. ക്യാബേജ് ഫുള്ള് അരിഞ്ഞതിന് ശേഷം നമ്മൾ സവാള, അതിൻ്റെ കൂടെ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ ചേർക്കാൻ വേണ്ടി, അതെല്ലാം ഞാൻ കട്ടിംഗ് ബോർഡിനേക്കാളും സ്മൂത്തായിട്ട് ഇവിടെ വെച്ച് അരിയാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് അരിഞ്ഞ് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി തന്നെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നീട് പച്ചമുളക് ഇച്ചിരി തോനെ ഞാൻ ചേർക്കും. എനിക്ക് എല്ലാ കറിക്കും ഇച്ചിരി പച്ചമുളകും ഒക്കെ മുന്നിൽ നിൽക്കണം. അങ്ങനെ പച്ചമുളകെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത്, പച്ചമുളക് അരിഞ്ഞും കൈയിറക്കി കുറച്ച് കീറ്റലുണ്ടായിട്ട് കൈ മുറിയുകയും ചെയ്ത്, കൈ പുകയുകയും ചെയ്തു. അങ്ങനെ പച്ചമുളകൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മോന് രാവിലെ വിശപ്പായി. ചേട്ടൻ അപ്പോഴത്തേക്ക് ഹോസ്റ്റലിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുപോയി. ബാക്കി എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സാറ്റർഡേ സൺഡേ മിക്ക ദിവസവും നമ്മൾ ഇങ്ങനെയാണ് ലേറ്റായിട്ടാണ് എണീക്കുന്നതും കുക്ക് ചെയ്യുന്നതും. പക്ഷെ രാവിലെ പണിയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമാണ്. നമുക്ക് ഗ്യാസ് അടുപ്പുകൾ കൂടുതൽ വെച്ചിട്ട് പെട്ടെന്ന് ഒരു 3 മണിക്കൂറിനുള്ളിൽ പണിയെല്ലാം കഴിയും. പിന്നെ ക്യാബേജ് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്
ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് ചീനിച്ചട്ടി ചൂടാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഉലുവ ഇട്ടാണ് പൊട്ടിച്ചത്. ഉലുവ പൊട്ടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് അമ്മയൊക്കെ പറഞ്ഞു തന്നെ. അങ്ങനെയാണ് ഉലുവ ഇട്ട് ഇച്ചിരി മണമൊക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെ കുറച്ച് ഉലുവ ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില, നാടൻ കുറച്ച് കറിവേപ്പില വീട്ടിൽ നിന്ന് ഓണം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കുറച്ച് തോനെ കൊണ്ടുവന്ന്. അത് ഓണത്തിന് മുന്നെയാണ് നമ്മൾ പോയത്. ഓണത്തിന് വെച്ചാൽ ഓണം സമയത്ത് നമ്മൾ ടൂറിലായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീട്ടിൽ പോയി എല്ലാ പണിയെല്ലാം ഒതുക്കി. അന്ന് അമ്മ കുറേ കറിവേപ്പില തന്നു വിട്ടു. അങ്ങനെ ആ കറിവേപ്പില എല്ലാം കൂടെ അത് കറിയിലിട്ട ഒരു മണമാണ് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും. അപ്പോൾ എല്ലാ കറിക്കും ഒരു ഇച്ചിരി ചമ്മന്തിക്ക് വരെ ഇച്ചിരി നമ്മൾ കറിവേപ്പില ഇടും. അങ്ങനെ ക്യാബേജ് തോരൻ വെക്കാനായിട്ട് ചെറുതീയിലാണ് നമ്മളിട്ടത്. അരിഞ്ഞു വെച്ച മുളകും സവാളയും എല്ലാം അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു. ഇളക്കി എല്ലാം കൂടെ ഉപ്പും ഇട്ടതിന് ശേഷമാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട്. ഇന്ന് അളവ് കുറവാണ്, എല്ലാ ദിവസവും കുറച്ചുകൂടെ സാധനം വേണ്ടി വരും. ഇന്നെന്ന് വെച്ചാൽ വളരെ കുറച്ച് പിള്ളേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും സാറ്റർഡേ സൺഡേ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത പണിയെന്ന് വെച്ചാൽ നെല്ലിക്ക അച്ചാറായിരുന്നു. നെല്ലിക്ക ആകുമ്പോൾ നമുക്ക് അരിയാതെ മൊത്തത്തിലിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. ആദ്യം പുഴുങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുഴുങ്ങാതെ അല്ലാതെ ഡയറക്റ്റ് മൊത്തത്തിൽ ആ അരപ്പിലിട്ടാണ് വേവിച്ചെടുത്തത്. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ തോരനുള്ള അരപ്പും കൂടെ തയ്യാറാക്കുമെന്ന് വെച്ചാൽ, തോരനുള്ള അരപ്പെന്ന് പറയുമ്പോൾ നമ്മൾ കോക്കനട്ട് പൗഡർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വറുത്ത കോക്കനട്ട് പൗഡറാണ് അത്. നമ്മൾ ഇൻസ്റ്റമാർട്ട് വഴി മേടിച്ചതാണ്. അങ്ങനെ അത് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ തിരുമാനൊക്കെ ഉള്ള ഒരു ടൈം നമുക്ക് ലാഭിക്കാം. റേറ്റ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളത് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരൊറ്റ കറക്കിന് തന്നെ സംഭവം തന്നെ അരിഞ്ഞു വരും. നല്ല മണവുമാണിത്. നമ്മുടെ സാധാരണ മറ്റേ തേങ്ങ തിരുമി എടുക്കുന്നതിനേക്കാൾ ഈ അരപ്പിന് നമ്മൾ വറുത്തിയൊരു മണമുണ്ടല്ലോ, നല്ല മണമാണ് നമ്മൾ അരയ്ക്കുമ്പം തന്നെ വരുന്നത്, അടിച്ചിട്ട് മിക്സ് തുറക്കുമ്പോൾ. പിന്നീട് നെല്ലിക്ക മേടിച്ചുകൊണ്ട് വന്നത് ആദ്യം അരിയാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ച് മൊത്തത്തിൽ അങ്ങ് അച്ചാറിടാമെന്ന്. അങ്ങനെ അത് കഴുകാനായിട്ട് വെച്ചു. കഴുകിയതിന് ശേഷം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് കഴുകിയെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയുടെയും കളറ് കളയാൻ വേണ്ടിയിട്ട് വീണ്ടും 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അതും ഉലുവയാണ് പൊട്ടിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ അപ്പുറത്തടുപ്പിൽ വേവുന്നുണ്ട്. ചെറുതീയിൽ കിടന്നിട്ടാണ്. ഓപ്പണാക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഇത് വരത്തില്ല. പിന്നീട് പിക്കിൾ പൗഡർ ഇട്ട് കൊടുത്തു. ഈസ്റ്റേണിൻ്റെ പിക്കിൾ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈസ്റ്റേണിൻ്റെ പിക്കിൾ പൗഡറിന് നല്ല ടേസ്റ്റാണ്. എരിയൊന്നും ഒരു കുത്തലോ അങ്ങനെയൊന്നും വരത്തില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് കായം ഇട്ട് കൊടുക്കും, പിന്നീട് കുറച്ച് മുളക് പൊടി. ഈ മുളക് പൊടിയാണ് എനിക്ക് പണി തന്നത്, ഭയങ്കര കളറായിരുന്നു. പിന്നെ അതിന് ശേഷം ഉപ്പിട്ട് കൊടുത്ത്, ഉപ്പിച്ചിരി തോനെ നമ്മൾ ഇടും, കാരണം അച്ചാറിന് ഉപ്പിച്ചിരി മുന്നിൽ നിൽക്കണമല്ലോ. പിന്നെ അതിന് ശേഷം ഒരു ലേശം വിനാഗിരി ഒഴിച്ച് കൊടുക്കും. വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇതിന്, കാരണം നമ്മുടെ നെല്ലിക്ക മുഴുവനെ കിടന്ന് വേവണമല്ലോ അതിൽ, അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ജസ്റ്റ് ചെറിയ തീയിൽ ഒന്ന് തിളയ്ക്കാൻ വെച്ചതിന് ശേഷം നെല്ലിക്ക പറക്കി ഇട്ട് അത് ലാസ്റ്റ് കുറച്ച് വെള്ളവും കൂടെ കുഴപ്പമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മൊത്തത്തിൽ ഒരുമിച്ചെടുത്ത് തട്ടാഞ്ഞത്. അങ്ങനെ അത് തട്ടിയതിന് ശേഷം അത് വാരിയിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി അരപ്പ് ഫുള്ള് മൊത്തത്തിൽ അരപ്പ് പിടിക്കത്തക്ക രീതി ഇളക്കി ചെറുതീയിലിത് ഇച്ചിരി തീ കൂടിപ്പോയി കഴിഞ്ഞാൽ തന്നെ മൊത്തപ്പണിയാണ്. അല്ലാതെ തന്നെ മുളക് പൊടിയുടെ നല്ല ക്രാണം വരുന്നുണ്ട്. അച്ചാറിടുമ്പോഴാണല്ലോ മുളക് പൊടിയുടെ എരി നമ്മുടെ മൂക്കിലടിക്കുന്നത്. അതിൻ്റെ കൂടി ഈ മുളക് പൊടി എന്ന് വെച്ചാൽ ഭയങ്കര എരിയായിപ്പോയി. അങ്ങനെ അത് എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം വീണ്ടും കറിവേപ്പിലയിൽ ആരോ കൈവശം തന്നതുപോലെയാണ് ഞാൻ കറിവേപ്പില എടുത്തത് കാച്ചുന്നത്. വീട്ടിലെ കറിവേപ്പില എന്ന് വെച്ചാൽ നാടൻ കറിവേപ്പിലയുടെ മണം അത് എപ്പോഴും നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഈ വീട്ടിലെല്ലാ സാധനവും ഉണ്ട് നമ്മൾ ഈ റെൻറ്റിന് എടുത്തിരിക്കുന്ന വീട്ടിൽ. പക്ഷേ കറിവേപ്പില മാത്രം ഇല്ല. ബാക്കി എല്ലാ സാധനവും നെല്ലിക്കയുണ്ട്, ചാമ്പയ്ക്കയുണ്ട്, ഡബോളിക്കയുണ്ട്, കാരക്കയുണ്ട്, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ കറിവേപ്പില മാത്രമില്ല. നമ്മൾ 2-3 തവണ കറിവേപ്പില നട്ട് കളിപ്പിക്കാൻ നോക്കി, പക്ഷേ നമ്മുടെ പുത്രനെ കാണിച്ചിട്ടാണ് നടുന്നത്. പുത്രൻ ഇടയ്ക്കിടയ്ക്ക് അത് വന്ന് പിഴുതു നോക്കും, പിന്നീട് അത് കിളിക്കത്തുമില്ല. അങ്ങനെ ഇത് വേവാൻ വെച്ചിട്ട്, ഇത് വേവാൻ ഒത്തിരി സമയം എടുക്കും. പക്ഷേ അപ്പോഴത്തേക്ക് തോരൻ വെന്തപ്പോഴത്തേക്ക് നമ്മൾ തോരൻ അരപ്പിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആ അരപ്പ് നല്ല രീതിയിലൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം കൂടെ ചെറുതീയിൽ വീണ്ടും ഇട്ട് ഇളക്കി കൊടുത്തിട്ട്, പക്ഷേ ഒത്തിരി നേരം നമ്മൾ നെല്ലിക്ക വേവിക്കാനെടുത്ത്. പിന്നെ അതിന് ശേഷം നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയാണ് അടുത്തത്. ചുട്ടരച്ച ചമ്മന്തിക്ക് മുന്നേ സലാഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. സലാഡെന്ന് പറയുമ്പോൾ സവാളയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്
അതിലേക്ക് തൈര് ഒഴിച്ച്, തൈര് നമ്മൾ പാക്കറ്റ് തൈരാണ് മേടിക്കുന്നത്, മുരളിയുടെ തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല കട്ടി തൈരുമാണ്, അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് മുരളിയുടെ തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് ഒരു 2-3 കവർ ഒഴിക്കേണ്ടി വരും, 2 കവറാണെന്ന് തോന്നുന്നു ഒഴിച്ചത്. 2 കവർ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തവി വെച്ചിട്ട് ഇങ്ങനെ ആദ്യം ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം അത് ഞാൻ സവാള ഒന്ന് ചതയത്തക്ക രീതി ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് സെറ്റാക്കും. അപ്പോഴത്തേക്ക് ഈ ഉള്ളിയൊക്കെ ഈ തൈരിലോട്ടൊന്ന് ഇതായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നാമത് നമ്മുടെ ചമ്മന്തിക്കും എല്ലാത്തിനും ഇന്ന് ഓൾറെഡി ഇച്ചിരി മുളക് പൊടി ഇട്ടാലും എരി ഉണ്ടാവും. അതുകൊണ്ട് സലാഡിന് ഞാൻ വളരെ കുറച്ച് പച്ചമുളകേ ചേർത്തുള്ളൂ. എരി ഇച്ചിരി കുറച്ച് ഇതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ എരി ഇച്ചിരി കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സലാഡ് റെഡി ആയിട്ടുണ്ട്. സലാഡ് റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടി മറ്റേ നമ്മുടെ നെല്ലിക്ക ഒന്നും കൂടി അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തു. കാരണം ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും പെട്ടെന്ന്. വളരെ തീ കുറച്ചിട്ടേക്കുവാണ്. അപ്പോഴത്തേക്ക് തോരനും ഓൾറെഡി ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് ചെറുതീയിൽ കിടക്കുമല്ലായിരുന്നു. എന്നിട്ട് തോരൻ മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് ചുട്ടരച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി മേടിച്ച തേങ്ങയുടെ വറുത്ത പൊടി ഉണ്ടായതുകൊണ്ട് നമുക്ക് കൂടുതൽ ആ തേങ്ങ വറുക്കേണ്ടി വരത്തില്ല. തിരുമുന്ന തേങ്ങയാണെങ്കിൽ നല്ല രീതിയിൽ വറുക്കണം, ഒത്തിരി സമയമെടുക്കും. അങ്ങനെ ആദ്യം ഉരുളിയിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തത്, ഇതിന് കടുകാണ് ഇട്ട് കൊടുത്തത്. കടുകും ഇട്ട് കൊടുത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് അതിനുശേഷം കറിവേപ്പില പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവാള അരിഞ്ഞാണ് ഇട്ടത്. ഭയങ്കര സ്ലൈസായിട്ടുള്ള ഇച്ചിരി വീതിക്കാണ് അരിഞ്ഞത്. പിന്നെ പച്ചമുളക് കീറാതെ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട്, കാരണം അത് അരയ്ക്കുമ്പോൾ അതങ്ങ് ഇതായിക്കോളും. ഇത് നല്ല ഫ്രൈ ആയിട്ട് വരും ഇതിനകത്ത് കിടന്ന്. പിന്നെ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ട് അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പിട്ടതിന് ശേഷമാണ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ഉപ്പും കൂടെ പിടിച്ച് ഒരു വേവിലെത്തുന്നതാണ് നല്ലത്. അങ്ങനെ ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇച്ചിരി വലിയ ഫ്ലെയിമിലാണ് വെച്ചത്. പിന്നെ ഇതെല്ലാം വരണ്ടു വന്നപ്പോഴത്തേക്ക് നമ്മുടെ കോക്കനട്ട് പൗഡർ പൊട്ടിച്ചെടുത്തു. 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ്. അങ്ങനെ മൊത്തത്തിൽ 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇട്ടത്. വളരെ കുറച്ച് പിള്ളേരുള്ളായിരുന്നു. അതിൻ്റെ ബാക്കി വറുത്ത തേങ്ങ കുറച്ച് ബാക്കിയും വന്നിരുന്നു. പിന്നെ അതിന് ശേഷം അത് നല്ല രീതിയിൽ ഈ ഉള്ളിയുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു. എണ്ണയും ഉണ്ടായതുകൊണ്ട് നല്ല മണം, ഈ കോക്കനട്ട് പൗഡർ തട്ടിയിടുമ്പോൾ നല്ല മണമാണ് വരുന്നത്. അങ്ങനെ അതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ലേശം എടുത്തുള്ളൂ. പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഒത്തിരി നേരം പിന്നെ വറുക്കണ്ട, ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരത്തക്ക രീതിയിൽ, കാരണം ഓൾറെഡി വറുത്ത തേങ്ങയാണത്. അങ്ങനെ ഇത് തേങ്ങ വറുത്തതിന് ശേഷം ഇതിന് ഇച്ചിരി പുളി മുന്നിൽ നിൽക്കണം. നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് ചുടാനൊന്നും വേണ്ട, ഇത് സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ പുളി കൂടുതൽ മുന്നിൽ നിൽക്കണം. അങ്ങനെ പുളി മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പിഴുപുളി മേടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ഒരു 3/4 ഭാഗം ഇപ്പോൾ കുരുവാണ്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് എടുത്ത് വെക്കാൻ ഇച്ചിരി പണിയാണ് പുളി. അങ്ങനെ പുളി എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ അടുത്ത കറി വെക്കാനായിട്ട് സെറ്റാക്കുകയാണ്. അടുത്തതെന്ന് പറയുമ്പോഴും നമുക്ക് മുട്ടത്തോരനാണ്. മുട്ടത്തോരന് വേണ്ടി നമ്മൾ സവാള തോനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളക് നമ്മൾ മുട്ടത്തോരന് തോനെ ഇടും, കാരണം മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് പച്ചമുളകിൻ്റെ എരിയാണ് അതിനകത്തുണ്ടാകുന്നത്. സവാള ഇട്ടു, അതിനുശേഷം കുറച്ച് ഉപ്പ് തോനെ ഇട്ടു. അതിനുശേഷം പച്ചമുളക് അതിലേക്ക് തന്നെ ഞാൻ അരിഞ്ഞിടുമായിരുന്നു ചെയ്തത്. നമ്മൾ പച്ചമുളകാണെങ്കിലും എല്ലാ പച്ചക്കറിയും നമ്മൾ ഉപ്പിട്ടാണ് കഴുകുന്നത്, കാരണം ഇപ്പോൾ വിഷം അടിച്ചൊക്കെ വരുമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഉപ്പ് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ട് കഴുകുന്നത്. അങ്ങനെ അത് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല കഴുകിക്കൊണ്ട് വെച്ചിരിക്കുന്ന പച്ചമുളക് അരിഞ്ഞ് ചേർക്കുകയാണ്. പച്ചമുളക് ഞാൻ ഇത്രയും അളവ് തന്നെ ചേർക്കും. പച്ചമുളകിന് ഇച്ചിരി എരി മുന്നിട്ട് നിന്നില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് അങ്ങനെ പച്ചമുളകൊക്കെ അരിയുമ്പോഴത്തേക്ക് നമ്മൾ ചമ്മന്തിക്ക് എടുത്ത സംഭവം തണുക്കാനായിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്. എന്നാലേ മിക്സിയിലിട്ട് അരച്ച്, അല്ലെങ്കിൽ മിക്സിയിൽ പണ്ടൊരു തവണ പരിപ്പ് എടുത്തിട്ട് അടിച്ച് നല്ല രീതിയിൽ പണി കിട്ടിയത്. അതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പത്തെ ഇപ്പം ഞാൻ മിക്സിയിൽ എല്ലാ സാധനവും അടിക്കത്തുള്ളൂ. അങ്ങനെ പച്ചമുളക് അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും തീരുന്നില്ല. പക്ഷേ ഇത് ഇത്ര അരിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടത്തില്ല. ഇത് ഫുൾ തീയിലാണ് വേവിക്കുന്നത്. കാരണം ഇപ്പോൾ സവാളയിൽ പണ്ടത്തെ കൂട്ടല്ല, വെള്ളം ഇറങ്ങുന്ന ഒരു ഇറക്കം ഉണ്ടല്ലോ. അതുകൊണ്ട് പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരിഞ്ഞ് തീർന്നതിന് ശേഷം മുട്ട നമ്മൾ ഓൾറെഡി തലേന്ന് മേടിച്ചതിൻ്റെ മുട്ട കുറച്ച് ബാക്കിയുണ്ട്. രാവിലെ നമ്മൾ പുഴുങ്ങാൻ എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ച മുട്ടയുടെ ബാക്കിയുണ്ട്. അങ്ങനെയാണ് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മുട്ടത്തോരനായിരുന്നു വെച്ചിരുന്നത്.
അപ്പോഴത്തേക്ക് മോന് വിശക്കുന്നെന്നും പറഞ്ഞു വന്നു. മോന് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഇടിയപ്പവും കടലക്കറിയും കൂടെ കൊടുത്തു. കടലക്കറി എരി ആയതുകൊണ്ട് ഈ മുളക് പൊടി നമ്മൾ ചതച്ചതുകൊണ്ട് ആ എരി കൊണ്ട് മോന് പിന്നെ പഞ്ചസാര ഇട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചസാര ഇട്ട് ഒരു വല്ലച്ചാലും ഒരു 2 ഇടിയപ്പം കഴിച്ചു. അതും വഴക്ക് പറഞ്ഞ് പുറമേ നടന്നതിന് ശേഷമാണ് കഴിച്ചത്. പിന്നെ ആളിന് കുറച്ച് കഫമൊക്കെ നെഞ്ചത്തുണ്ട്, അതുകൊണ്ട് ഒരു കുറുകലും എല്ലാം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുളി എടുത്ത് വെച്ച് അപ്പോഴത്തേക്കും മോനും വലിയ ശല്യത്തിനൊന്നും വരത്തില്ല. ആൾ വന്ന് നോക്കും, അമ്മയെ സഹായിക്കണോ, ഇത് ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ സഹായിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷെ സഹായിക്കുവാണെങ്കിൽ ഇരട്ടിപ്പണി അത്രയേ ഉള്ളൂ. അങ്ങനെ അടുത്തത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ചെറിയ ജാറിലാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ തണുത്തപ്പോഴത്തേക്ക് വാരിയിട്ടു. പിന്നെ കുറച്ച് ഉപ്പ് ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് പുളിയും കൂടി ഇട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തു. ഇച്ചിരി പണി കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റി ചമ്മന്തിയാണ്. ചമ്മന്തി അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി, മുട്ടത്തോരന് വേണ്ടി അടുപ്പി വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഒക്കെ വെന്ത് വന്നു. പിന്നീട് അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചിടണം. മുട്ട എടുത്തിട്ട് വന്നു, മുട്ടയെല്ലാം കൂടെ പൊട്ടിച്ചിട്ടു. മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം മുട്ട പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മോന് ബുൾസൈ വേണമെന്ന് പറഞ്ഞു. ബുൾസൈ എന്ന് പറയുമ്പോൾ ഇവന് മുകൾ ഭാഗം ഒട്ടും വേവാൻ പാടില്ല. ഒരു രീതിയിൽ ആ ചുമന്നതേ കഴിക്കത്തുള്ളൂ, വെള്ള കഴിക്കത്തുമില്ല. പിന്നെ വെള്ളം നമ്മൾ കഴിക്കണം, ചുമന്നത് ഫുള്ള് പച്ചയ്ക്ക് തോണ്ടി കഴിച്ചിട്ട് പോകും. അങ്ങനെ ഒരു മുട്ട എടുത്ത് ബുൾസൈ ആക്കി കൊടുത്തിട്ടുണ്ട് ആളിന്. അതുമായിട്ട് പോയിട്ടുണ്ട് ആൾ. ടി വിയും കണ്ടുകൊണ്ടിരുന്ന് അത് കഴിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടത്തോരൻ ഫുള്ളായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ചുട്ടരച്ച ചമ്മന്തി, അച്ചാറ്, ചോറ്, സലാഡ്, ക്യാബേജ് തോരന്, ഇതെല്ലാം കൂടെ റെഡി. 5 കൂട്ടം കറിയും ആയിട്ട് സെറ്റായിട്ടുണ്ട്.